ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വേരുകളുടെ രഹസ്യം എന്ന ഒരു സ്റ്റോറിയാണ്. ഒരു മലയോര ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു യുവ കർഷകനുണ്ടായിരുന്നു. കഠിനാധ്വാനിയായ അവൻ തൻ്റെ കുടുംബം പുലർത്താൻ പുതിയൊരു കൃഷി ഇറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ടൗണിൽ പോയ അവൻ വിപണിയിൽ വലിയ വിലയുള്ള ഒരു അപൂർവ ഇനം ചൈനീസ് മുളയുടെ വിത്തുകൾ വാങ്ങി മടങ്ങിയെത്തി. വളരെ പ്രതീക്ഷയോടെ അവൻ നിലമൊരുക്കി, വിത്തുകൾ പാകി. ദിവസവും അതിന് വെള്ളവും വളവും നൽകി പരിചരിക്കാൻ തുടങ്ങി. 1-ാം വർഷം മുതൽ 4-ാം വർഷം വരെ കാത്തിരിപ്പിന്റെ പരീക്ഷണം. ഒരു വർഷം കഴിഞ്ഞു. മണ്ണിൽ ഒരു മാറ്റവുമില്ല. ഒരു ചെറിയ മുള പോലും പൊട്ടിമുളച്ചില്ല. രാമു നിരാശനായില്ല. അവൻ വെള്ളമൊഴിക്കുന്നത് തുടർന്നു. 2-ാം വർഷവും കടന്നുപോയി. ചുറ്റുമുള്ള മറ്റു കർഷകരുടെ കൃഷികളെല്ലാം വളർന്ന് പന്തലിച്ചു. അവർ രാമുവിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നീ വെറുതെ സമയം കളയുകയാണ്. ആ വിത്തുകൾ ചീഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ രാമുവിന് തന്റെ അധ്വാനത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. 3-ാം വർഷവും 4-ാം വർഷവും കടന്നുപോയി. 4 വർഷമായി രാമു ദിവസവും വെയിലത്തും മഴയത്തും വന്ന് ഈ നിലത്തിന് വെള്ളമൊഴിക്കുന്നുണ്ട്. ഒരു പുൽക്കൊടി പോലും അവിടെ മുളച്ചില്ല. ഗ്രാമത്തിലുള്ളവർ അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി. രാമുവിന്റെ മനസ്സിലും സംശയങ്ങൾ തോന്നിത്തുടങ്ങി. ഞാൻ ചെയ്യുന്നത് വെറുതെയാണോ? എന്റെ അധ്വാനം പരാജയപ്പെടുമോ? പക്ഷേ ഉള്ളിലെ സങ്കടങ്ങൾക്കിടയിലും അവൻ തന്റെ ദിവസേനയുള്ള പരിചരണം നിർത്തിയില്ല. അവൻ വിത്തിനെ വിശ്വസിച്ചു. അങ്ങനെ 5-ാമത്തെ വർഷം എത്തി. ഒരു ദിവസം രാവിലെ വെള്ളമൊഴിക്കാൻ വന്ന രാമു ഞെട്ടിപ്പോയി. മൺതരികളെ ഭേദിച്ച് ഒരു ചെറിയ പച്ചമുള പുറത്തേക്ക് വന്നിരിക്കുന്നു. അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ യഥാർത്ഥ അത്ഭുതം നടക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത 5 ആഴ്ചകൾ, വെറും 35 ദിവസങ്ങൾ കൊണ്ട് ആ കൊച്ചുമുള 80 അടിയിലധികം ഉയരത്തിലേക്ക് വളർന്നു പന്തലിച്ചു. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ വായ്പൊളിച്ചു നിന്നുപോയി. 4 വർഷം പരിഹസിച്ചവർ രാമുവിന്റെ വിജയത്തെ നോക്കി കൈയടിച്ചു. ഈ കഥയിലെ വലിയ രഹസ്യം എന്താണോ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ചൈനീസ് മുള വളരാൻ എടുത്ത സമയം വെറും 5 ആഴ്ചകളാണോ? അല്ല, അത് വളരാൻ കൃത്യം 5 വർഷങ്ങളെടുത്തു. ആദ്യത്തെ 4 വർഷം പുറത്തേക്കൊന്നും കാണാനില്ലായിരുന്നുവെങ്കിലും ആ വിത്ത് മണ്ണിനടിയിൽ വലിയൊരു പോരാട്ടത്തിലായിരുന്നു. ശക്തമായ കാറ്റിലും കൊടുങ്കാറ്റിലും 80 അടി ഉയരമുള്ള ഒരു മരം വീണു പോകാതിരിക്കാൻ മണ്ണിലേക്ക് ആഴത്തിൽ അതിശക്തമായ വേരുകൾ പടർത്തുകയായിരുന്നു. ആ 4 വർഷത്തെ കഠിനമായ പ്രയത്നമാണ് 5-ാം വർഷത്തിൽ അതിന് അത്രയും വലിയ വിജയം നൽകിയത്. ഒരു പക്ഷേ ആ 4 വർഷത്തിനിടയിൽ ഒരു ദിവസം രാമു വെള്ളമൊഴിക്കുന്നത് നിർത്തിയിരുന്നുവെങ്കിൽ ആ വിത്ത് മണ്ണിൽ കിടന്ന് നശിച്ചു പോയാനെ. നമുക്കൊക്കെ വിജയം എളുപ്പമല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ ജോലിക്ക് ശ്രമിക്കുമ്പോഴോ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോഴോ ഒന്നും ആദ്യത്തെ ദിവസങ്ങളിൽ വിചാരിച്ച ഫലം കിട്ടിയെന്ന് വരില്ല. വേരുകൾ ദൃശ്യമല്ലാതിരിക്കാം. നിങ്ങൾ എടുക്കുന്ന കഠിനാധ്വാനവും ചെയ്യുന്ന ത്യാഗങ്ങളും തുടക്കത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ആളുകൾ നിങ്ങളെ പരിഹസിച്ചേക്കാം. പരീക്ഷിക്കപ്പെടുന്ന സമയം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ കുറച്ചു വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ചു നാളുകൾ നിങ്ങളുടെ വേരുകൾ ഉറപ്പിക്കുന്ന സമയമാണ്. പരാജയങ്ങളെ നേരിടാനുള്ള കരുത്ത് നിങ്ങളുടെ മനസ്സ് ആർജിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. വിജയം എളുപ്പമല്ല കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് ആർക്കും വിജയിക്കാൻ കഴിയില്ല. അതിന് ക്ഷമയും കഠിനാധ്വാനവും എല്ലാറ്റിലുമുപരി നമ്മളിൽ തന്നെയുള്ള അചഞ്ചലമായ വിശ്വാസവും വേണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ റിസൾട്ട് പുറത്തേക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് തുടരുക. നിങ്ങളുടെ സമയം എത്തുമ്പോൾ നിങ്ങളും ഈ മുളയെ പോലെ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഉയരങ്ങളിലേക്ക് വളർന്നു പന്തലിക്കും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ കൂടുതൽ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക.